തീർച്ചയായിട്ടും അത് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സംവിധായകൻ. ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയതാണ്. എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് സിനിമ. അടിപൊളി. പറയാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റ് ഇതിനകത്ത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഗൾഫ് മലയാളികളുടെ ജീവിതം. അടിപൊളി, നന്നായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയതാണ്. എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് സിനിമ. അടിപൊളി. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി ചിത്രമാണ്. റിലേഷൻഷിപ്പാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഗൾഫ് മലയാളികളുടെ ജീവിതം, അവരുടെ ട്രാജിക്കായിട്ടുള്ള ലൈഫും അതേസമയം അവരുടെ കുടുംബത്തിലെ അന്തരീക്ഷവും ഒക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മെസ്സേജിന് കൂടുതൽ പ്രാധാന്യം ഇതിനകത്ത് വരുന്നുണ്ട്. അത് കുറച്ച് മുഴച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും കൊള്ളാം. ജെറിയുടെ അൺമക്കൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ഫിലിം തന്നെയാണ്. അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് പ്രവാസികളുണ്ടാകും. നമുക്ക് നമ്മുടെ വീട്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഈ മാനസികമായിട്ടുള്ളൊരു ഇമോഷൻസ്, അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് നന്നായിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഫാമിലി എന്താണ്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ്, അതിനെപ്പറ്റിയാണ് കൂടുതലത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിനിമ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം അതാണ്. ഫാമിലി ബോണ്ടിങ് തന്നെയാണ് മെയിനായിട്ട്. തീർച്ചയായിട്ടും അത് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സംവിധായകൻ. നല്ല സിനിമയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരും പറയാൻ മടിക്കുന്ന ഒരു സാധനം. ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന വിദേശിയായ ഹസ്ബൻഡ് വൈഫും ആയിട്ടുള്ള ഒരു മാസം ലീവിന് വരുന്ന ഹസ്ബൻഡ് ആ വീട്ടിൽ അന്യമായി പോവുകയും വളരെയധികം ഈ ഒരു മാസം കൊണ്ട് ഫാമിലിയെ അടുപ്പിച്ച് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം ഒരു അന്യനായിട്ട് മാറ്റി കാണുന്ന ഒരവസ്ഥയിൽ ഒരു ഹസ്ബൻഡിൻ്റെ അവസ്ഥയും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ്. ഡിഫറെൻ്റായിട്ട് പലരും പറയാൻ മടിക്കുന്നൊരു സബ്ജക്റ്റ് ഇതിനകത്ത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് അതെ, നല്ല ഫാമിലി ഓഡിയൻസ് കാണാൻ പറ്റിയ പടമാണ്.